ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടലും വിലാവും. ഞാൻ ക്ലിനിക്കിലാണ്. ഇടയ്ക്ക് നോയ്സ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നിങ്ങളതൊന്ന് ക്ഷമിച്ച് തന്നേക്കൂ. ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്നതാണ്. ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വന്നവരാണെങ്കിൽ അറിയണ്ടാവും. ഏത് സമയത്തും എല്ലാ മനുഷ്യർക്കും വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഫാമിലീസും അല്ലാത്തവരും കൂട്ടുകാരും എല്ലാവരും ഉണ്ടാവും ഏത് സമയത്ത് പോയാലും. അപ്പം നമ്മൾ പൊതുവെ ഒരു 3 മണി 4 മണി സമയത്തൊക്കെ ഫിറു കൂടെ ഉള്ളപ്പോൾ പോകാറുണ്ട്. ചായ കുടിച്ച് തിരിച്ചു വരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ അങ്ങനെ പോയത്. ഏകദേശം എത്തിയപ്പോൾ ഒരു മണി 2 മണി രാത്രി ആ സമയമായിട്ടുണ്ട്. ആ സമയത്ത് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വെറുതെ പോയിരുന്ന് ചായയെല്ലാം കുടിച്ച് എല്ലാവരെയും ഒന്ന് കണ്ട് കടലൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആവും. അതിനു വേണ്ടിയാണ് പോകുന്നത്. അപ്പം അങ്ങനെ പോയ സമയത്ത് ബീച്ചിലിപ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇന്നലെ തന്നെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, എന്തോ MDMA ഒക്കെ ആയിട്ട് ആൾക്കാരെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ഞങ്ങൾ ബീച്ചിൽ അന്ന് പോയപ്പോൾ ബീച്ച് റോഡിൽ ഒരു 7 സീറ്റർ കാറ്, ഇന്നോവ ആയിരിക്കാം, എനിക്ക് കറക്റ്റ് ചെയ്ത കാറൊന്നും അറിയില്ല കേട്ടോ. ഞാൻ കണ്ട കാര്യം മാത്രമാണ് പറയുന്നത്, ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പം അതിൻ്റെ സൺറൂഫ് തുറന്നിട്ട് ഒരു ചെറുക്കൻ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഒച്ചത്തിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് അങ്ങനെ നിന്നിട്ടുണ്ടാവും. നടുറോട്ടിലാണ്. പക്ഷെ എന്തായാലും അത് ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് വേഗത്തിൽ ഒരൊറ്റ പോക്കാണ്. പോകുമ്പോൾ സൺറൂഫിൽ നിൽക്കുന്ന ചെറുക്കൻ വരെ ആടുന്നുണ്ട്. കാരണം കാറ്റടിച്ചിട്ട് അത്രയും സ്പീഡിലാണ് ആ കാറ് പോയത്. പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുമ്പോൾ മ്യൂസിക് ഉണ്ട്. സൺറൂഫിലെ ചെറുക്കൻ അവിടെ തന്നെയുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് പകുതി ബോഡി പുറത്തോട്ടിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അങ്ങനെ അങ്ങ് പോയി. അത് ഏത് സ്പീഡിലാണ് പോയതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച്, പഠിച്ചോൻ ആ സമയത്തൊന്നും റോഡിലില്ലാതിരുന്നത് നന്നായി എന്ന്. എനിക്കൊരിക്കലും അവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നോ അവരാരായിരുന്നു എന്നോ ഏത് കാറായിരുന്നു എന്നോ അല്ലെങ്കിൽ അവരെ MVD പോലീസോ പിടിച്ചിട്ടുണ്ടാവുമായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ആധികാരികമായി സംസാരിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഞാൻ അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ അന്ന് കണ്ട കാഴ്ച, അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാമല്ലോ. അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. പിന്നെ ചിലർ ചോദിക്കേണ്ടാവും, ഒരു വീഡിയോ എടുക്കാറുന്നില്ലേ? ഇതെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടന്നൊരു ആക്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു ഷോക്കിലാണ് ഇരിക്കുന്നത്. അയ്യോ ഇതെന്താ കാണിക്കുന്നേ എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പം വീഡിയോ എടുക്കണമെന്നോ അങ്ങനെയുള്ള ടെൻഡൻസി ഒന്നും എൻ്റെ ഉള്ളിൽ പൊതുവേ വരാറില്ല. അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടുമില്ല. പൊതുവേ നല്ലൊരു വണ്ടി കൈയ്യിൽ കിട്ടുമ്പോഴും 4 കൂട്ടുകാർ കൂടി ഉണ്ടാകുമ്പോഴും പിന്നെ മ്യൂസിക് ഇച്ചിരി ലൗഡിൽ വരുമ്പോഴൊക്കെ നമുക്കൊരു ഹോർമോൺ റഷ് വരും. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, നമ്മൾ കാണിക്കുന്നത് ഒരു ഹീറോയിസമാണ് എന്നുള്ളൊരു ചിന്താഗതി വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഹീറോയിസമേ അല്ല. ഇത് കണ്ടിട്ട് അടിപൊളി എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാവും. പക്ഷെ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ് തോന്നാറുള്ളത്. എനിക്ക് അയ്യേ ഇതെന്ത് വഴി കാണിക്കുന്നതെന്ന് തോന്നും. കാരണം എന്താ വെച്ചാലേ, റോഡിലിരിക്കുന്നത് കാണിക്കുന്ന മനുഷ്യരുടെ ജീവനും ജീവിതവും മാത്രമല്ല, ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ അപ്പം റോഡിലുണ്ടാവുന്ന ഇതിൻ്റെ ഒന്നും ഭാഗമാവാത്ത ഒരുപാട് മനുഷ്യരുടെ ജീവനെയും ജീവിതത്തെയും ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ മനുഷ്യരുടെ ജീവനും കൂടെ അപകടത്തിലാക്കിക്കൊണ്ടൊരു ആക്ട് ചെയ്യുമ്പം അതൊരിക്കലും ഹീറോയിസം അല്ല. അത് നമ്മളുടെ ഇതാണ്, നമ്മളുടെ ചോരത്തിളപ്പ് മാത്രമാണ്. ഞാൻ എപ്പോഴും ഫിറു ഡ്രൈവിംഗ് കാർ പഠിച്ചപ്പോഴേ ഞാൻ അവൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മളുടെ ഇമോഷൻസ് ഡ്രൈവിങ്ങിൽ വരരുത്. അതിപ്പോൾ സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, അത് നമ്മൾ റോഡിലിറങ്ങി ഡ്രൈവ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുകയേ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ ഹീറോയിസമാണെന്ന് വിചാരിക്കുന്നത്, ഇതുപോലെയുള്ള ടെൻഡൻസി ഉള്ള, ഇങ്ങനെ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റൂൾസ്, നിങ്ങളുടെ ചോയ്സ്. അതിൽ കയറി അഭിപ്രായം പറയേണ്ട ആളേ അല്ല. പക്ഷേ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളുമായിട്ട് നിങ്ങളൊരു പബ്ലിക് പ്രോപ്പർട്ടി റോഡിലോട്ട് നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ
വല്ല ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരുപാട് വീട്ടുമുറ്റുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടുമുറ്റത്തോ പോയി ചെയ്തോളൂ. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ ഇതുപോലെയുള്ള അപകടങ്ങൾ കാരണം ജീവനും ജീവിതവും നഷ്ടപ്പെട്ട, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട, കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ട, സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റും. വീൽ ചെയറിലായി പോയവരെയും കിടപ്പിലായി പോയ മനുഷ്യരെയും കാണാൻ പറ്റും. സമയം കിട്ടുമ്പോഴേ ഇതൊക്കെ ഒന്ന് ചുറ്റുപാടും നോക്കുക, എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന്. അതല്ലാതെ ഇതൊക്കെ വലിയ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കണമെങ്കിൽ അല്ല, ഇതല്ല ഹീറോയിസം എന്ന് മനസ്സിലാക്കാനുള്ള പക്വത കാണിക്കുക. ഇപ്പം ചില ആൾക്കാർ ചോദിക്കേ, അപകടങ്ങൾ ആർക്ക് എപ്പോഴും സംഭവിക്കും, അതൊക്കെ നമ്മളുടെ കയ്യിലാണോ എന്ന്. നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഫ്യൂച്ചറിനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള അശ്രദ്ധ കാരണം ഉണ്ടാവുന്ന അപകടങ്ങളും നമ്മളുടെ ചോരത്തിളപ്പ് കാരണം ഉണ്ടാവുന്ന അപകടങ്ങളും അത് കാരണം ഒരു കുടുംബത്തെ മൊത്തം കണ്ണീരിലാഴ്ത്തുന്നതൊക്കെ നമുക്ക് എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ച് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അപകട മരണങ്ങൾ കുറയും. മറ്റ് രാജ്യത്തെയും നമ്മളുടെ രാജ്യത്തെയും കണക്കുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഒരു പരിധി വരെ നമ്മളുടെ അശ്രദ്ധ തന്നെയാണ് കാരണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ ബസ്സുകളുടെ ചില സമയത്ത് ഓട്ടം, ഈ തിരിച്ച് ബ്ലോക്കിൽ നമ്മൾ കിടക്കുമായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഈ ഹോണടിച്ച് എൻ്റെ പഠിച്ചോനെ ഈ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവർ ഈ ഹോണടിച്ച് എന്തോ ഒരു ഓട്ടപ്പാച്ചിലാണ്, എന്തോ മത്സരം പോലെ ഓടുന്ന ബസ്സുകളും ഉണ്ട്. അപ്പം ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക, ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ, അതേ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നു ഒക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ, ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതെന്നെ വലിയ കാര്യം. അതനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം. അത്രയേ ഉള്ളൂ. നമുക്ക് വേഗം വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ.